RSSന്റെ നീക്കം മുതിർന്ന നേതാവിനെ CPIM നേതാവിനെ കൊടുക്കാൻ RSS ആത്മഹത്യാക്കുറിപ്പെഴുതി യുവാവിനെ മരണത്തിനായി പ്രേരിപ്പിച്ച ഏറ്റവും വലിയ സംഭവമാണ് ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത്. അതിന്റെ വാർത്തയിലേക്ക് വിഷ്ണു എന്ന മുൻ RSS പ്രവർത്തകന്റെ വാക്കുകളിലേക്ക്. എൻ്റെ 7ാമത്തെ വയസ്സ് മുതലാണ് RSSന്റെ ശാഖ പോയി തുടങ്ങിയത്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ കരകുളം പഞ്ചായത്ത് മുല്ലശ്ശേരിയിലാണ്. 7ാമത്തെ വയസ്സ് മുതലാണ് സംഘത്തിൻ്റെ ശാഖയിൽ പോണത്. കരകുളം പഞ്ചായത്തിൻ്റെ RSSന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതേപോലെ തിരുവനന്തപുരം കാര്യാലയത്തിൽ 1 വർഷക്കാലം നിന്ന് സംഘത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കുറച്ച് കാലത്തിന് മുമ്പ് ആറ്റിങ്ങലിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കലാപം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പെന്തക്കോസ് പള്ളി ആക്രമണം നടത്തുകയുണ്ടായി. അതിൽ പ്രതിയാണ് ഞാൻ. സംഘം പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. എൻ്റെ നേതൃത്വത്തിലാണ് അത് സംഭവം നടക്കുന്നത്. അതേപോലെ തന്നെ ഈ നോമ്പ് സമയത്ത് ഹിന്ദു മുസ്ലിം കലാപത്തിന് വേണ്ടിയിട്ട് പോത്ത് വണ്ടി ഒരു പോത്തുമായിട്ട് നോമ്പിന് കൊണ്ടുവന്ന പോത്ത് വണ്ടി തടഞ്ഞ് അതിലും പ്രതിയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായ സ്വയംസേവകരെ പോലീസ് കേസെടുക്കാൻ ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് സംഘടനയ്ക്കും ഒരു ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ല. നമുക്ക് കുറച്ച് കേസ് മാത്രം ഉണ്ടായി. അപ്പോൾ ഇതെന്തിനാണ് എന്ന് മുതിർന്ന കാര്യകർത്താക്കൾ ചോദ്യം ചെയ്തു. അന്ന് മുതലേ അവരുടെ കണ്ണിൽ കരടായിരുന്നു. അപ്പം അത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാക്കി ഇയാൾ വന്ന് ഈ സജു BJPയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 5 പേര്, എനിക്ക് കണ്ടറിയാം, ബാക്കിയുള്ളൊരു പേരാണ് ഇവിടെ, അവരെല്ലാം കൂടെ ചെന്നിട്ട് വളഞ്ഞ് ഇങ്ങനെ താത്ത് വെച്ചിട്ട് മുതുലും നെഞ്ചത്തൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂർ ഇടിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പിടിച്ച് തള്ളലിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരാളെ നഖമോ കയറി ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പറഞ്ഞ് സംഘം പറയും പോലെ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവനാണ് വലുത്, സംഘം പറയും പോലെ കേൾക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സംഘം ഒരു സ്ഥലത്ത് കൊണ്ടാക്കും, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പാങ്കലായപ്പോൾ എന്നെ നേരെ നെയ്യാറ്റിങ്കരയിലേക്ക് കൊണ്ടുപോയി. നെയ്യാറ്റിങ്കര RSS കാര്യാലയത്തിൽ കൊണ്ടാക്കിയിട്ട് അവർ പോവുകയും വൈകുന്നേരമായപ്പോൾ RSSന്റെ സംസ്ഥാന ചുമതലയുള്ള സുദർശൻ, സഹപ്രാന്ത പ്രചാരക സുദർശൻ ജിയും അതേപോലെ വിഭാപ്രചാരക കിരൺജിയും കൂടെ വന്നിട്ട് എൻ്റെ ചോദിച്ച് എൻ്റെ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. കണ്ണൂർ P ജയരാജനുമായിട്ട് നിനക്കെന്ത് ബന്ധമെന്നൊക്കെ ചോദിച്ചു. തീർച്ചയായും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി KG ദിനകർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ദിനകർ, വളരെ ഞെട്ടിപ്പിക്കുന്നത്, ഒരുപക്ഷെ RSSനെ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങളൊക്കെ ശരിവെക്കുന്നത്, ഇത് ഏറ്റുപറഞ്ഞ വിഷ്ണുവിന്റെ സ്ഥാനം എന്തായിരുന്നു RSS അവിടെ മുതൽ വന്നു? അജിംഷാദ്, ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് വിഷ്ണു നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം കരകുളം മണ്ഡലത്തിന്റെ ശാരീരിക് ശിക്ഷക് പ്രമുഖാണ് വിഷ്ണു. പിന്നീട് തിരുവനന്തപുരം RSS കാര്യാലയത്തിൽ താമസിച്ചുകൊണ്ട് ശാഖാപ്രവർത്തനം നടത്തുകയും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കടക്കാവൂർ പഞ്ചായത്തിലെ കാര്യവാഹകായും മുതാക്കൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലും പിന്നീട് ആറ്റിങ്ങൽ നഗരസഭയുടെ RSS പ്രവർത്തനം സംഘടിപ്പിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് വിഷ്ണു. വിഷ്ണുവിനെ CPM ബന്ധം ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ 38 ദിവസം തടങ്കലിൽ പാർപ്പിക്കുകയും അതോടൊപ്പം തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് വിഷ്ണു ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വിഷ്ണു പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം RSSന്റെ പ്രവർത്തന ശൈലിയിൽ വന്ന മാറ്റത്തെ വിമർശിച്ചതിനാണ് വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം P ജയരാജനെതിരെ, അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജനെതിരെ ആത്മഹത്യാക്കുറിപ്പ്, തന്നെ മാനസികമായി പീഡിപ്പിച്ചത് P ജയരാജനാണ് എന്ന് ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിച്ചു. അതിനുശേഷമാണ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കൂടിയാണ് വിഷ്ണു നടത്തുന്നത്. RSSന്റെ സമീപനങ്ങളിൽ വന്ന മാറ്റം വിമർശിച്ചതിനെ തുടർന്നാണ് ഇപ്രകാരം പീഡനത്തിന് ഇരയാകേണ്ടി വന്നത് എന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 38 ദിവസത്തെ ഭീകരമർദ്ദനത്തിനും കൊടും പീഡനത്തിനും ശേഷമാണ് തടങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് വിഷ്ണു ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 4 കാര്യാലയങ്ങളിലും 2 വീടുകളിലുമായി ഡിസംബർ 15 മുതൽ ജനുവരി 22 വരെയാണ് RSSന്റെ തടങ്കലിൽ പാർപ്പിച്ചത്. RSSന്റെ ശൈലി മാറ്റം, അതായത് ഇത്തരത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കുന്നതിനും പള്ളികളും മറ്റും ആക്രമിക്കുന്നതിനും എതിരെ ശബ്ദമുയർത്തിയതിനാണ് വിഷ്ണുവിനെ ഇത്തരത്തിൽ പീഡിപ്പിച്ചത് അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത്തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിന്റെ കുറ്റം CPMൽ ചാർത്താനുള്ള നീക്കവും അവരിൽ നിന്നുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് P ജയരാജന്റെ പേരിൽ ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കി ഇവർ ആത്മഹത്യാക്കുറിപ്പ് വിഷ്ണുവിനെ കൊണ്ട് തന്നെ എഴുതിച്ചത് എന്നുള്ളതാണ് വസ്തുത. RSS സഹപ്രാന്ത പ്രചാരക് സുദർശൻ, ഹിന്ദു ഐക്യവേദി സംഘടനാ സെക്രട്ടറി C ബാബു എന്നിവർ നേരിട്ടാണ് മർദ്ദനത്തിനും പീഡനത്തിനും ഇരയാക്കിയത് എന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഖില ഭാരതീയ കാര്യദർശി സദസ്യൻ സേതുമാധവൻ, പ്രാന്ത കാര്യവാഹക് ഗോപാലൻകുട്ടി മാസ്റ്റർ എന്നിവരുൾപ്പെടെ തന്നെ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ തന്നെ മർദ്ദിക്കുന്നതിനും അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തുന്നതിന് പിന്നിൽ
പിന്നിലുണ്ടായിരുന്നു എന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിഷ്ണു മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫസൽ വധക്കേസിലെ കുറ്റവാളിയായിട്ടുള്ള ഷിനോജിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ആദ്യം തട്ടിക്കൊണ്ടുപോയത് എന്നും വിഷ്ണു ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPM പ്രവർത്തകനായിരുന്ന ധൻരാജ് വധക്കേസിലെ പ്രതി കണ്ണൻ പിടിക്കപ്പെട്ടതിന് പിന്നിൽ ഇടപെട്ടു എന്നതും ഇവർ ചൂണ്ടിക്കാട്ടി എന്നാണ് വിഷ്ണു വ്യക്തമാക്കുന്നത്. CPM നേതാവ് P ജയരാജനാണ് മരണത്തിന് ഉത്തരവാദിത്തം എന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മർദ്ദിച്ചവരിൽ BJP നേതാക്കളും ഉൾപ്പെടുന്നു. അതിൽ മുതാക്കൽ, സാജു അതോടൊപ്പം ഉൾപ്പെടെയുള്ളവർ തന്നെ മർദ്ദിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മറ്റൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട് താൻ പ്രതിയാണ്, അത് സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പള്ളി ആക്രമിച്ചത് എന്നും വിഷ്ണു മുഖ്യമന്ത്രിക്ക് നൽകുന്ന പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ദേവാലയങ്ങൾക്ക് മുന്നിൽ പോത്തിൻ്റെ തല ഉൾപ്പെടെ കൊണ്ടുചെന്ന് ഇട്ടതിൽ പ്രതി കൂടിയാണ് താൻ എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലൊക്കെ മനംനൊന്നിട്ടാണ് ഇത്തരത്തിൽ RSSൻ്റെ ശൈലിയെ താൻ ഉൾപ്പെടെയുള്ളവർ പലരും എതിർത്തത്. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് ഇത്തരത്തിൽ കൊടും പീഡനത്തിന് താൻ ഇരയാകേണ്ടി വന്നത് എന്നും വിഷ്ണു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ അത് തന്നെയാണ് ദിനകർ. ഒരു പരാതിയും നൽകാതെ തന്നെ സ്വമേധയാ കേസെടുക്കാവുന്ന വലിയ ഒഫൻസുകളാണ് ഇതിൽ പ്രധാനമായി എടുത്തു പറയാവുന്നത്. RSS ഒരു യുവാവിനെ പ്രാകൃതമായ നാട്ടിലെ പോലെ തടങ്കലിൽ പാർപ്പിക്കുന്നു. 1. 2, ഗുരുതരമായത് വർഗീയ കലാപങ്ങൾ സൃഷ്ടിക്കുന്നു. ക്രിസ്ത്യൻ ഹിന്ദു വർഗീയ കലാപം, മുസ്ലിം ഹിന്ദു വർഗീയ കലാപങ്ങൾ കൃത്രിമമായി സൃഷ്ടിക്കാൻ RSS ഇടപെട്ടതിൻ്റെ ഏറ്റവും വലിയ ദൃശ്യം. ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ പോലും അന്ന് നടന്ന ആക്രമണത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധിച്ചിരുന്നു. ഇലക്ഷൻ്റെ ആ ടൈമിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇദ്ദേഹം പറയുന്ന ആ സംഭവം. അത്രയേറെ ഗുരുതരമായ പ്രശ്നം. P ജയരാജനെ പോലെ ഒരു മുതിർന്ന നേതാവിനെ കള്ളക്കേസിൽ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചമയ്ക്കുക, വലിയ വെളിപ്പെടുത്തലാണ് വിഷ്ണു നടത്തിയിരിക്കുന്നത്. തീർച്ചയായും അജിംഷാദ്, വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ് വിഷ്ണു നടത്തിയിരിക്കുന്നത്. അതായത് RSSനുള്ളിൽ നിലനിൽക്കുന്ന ഒരു കോടതി എന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം. അത്തരത്തിൽ RSSനെതിരെ നിൽക്കുന്നവർ, അത് RSSകാരായാൽ പോലും അവരെ ഇല്ലാതാക്കുന്ന ഒരു സമീപനം. നമുക്ക് ആ വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം. വിഷ്ണു പറയുന്നു, തുറന്നു പറയുന്നു. RSSൻ്റെ എൻ്റെ 7ാമത്തെ വയസ്സ് മുതലാണ് RSSൻ്റെ ശാഖ പോയി തുടങ്ങിയത്. എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ കരകുളം പഞ്ചായത്ത് മുല്ലശ്ശേരിയിലാണ്. 7ാമത്തെ വയസ്സ് മുതലാണ് സംഘത്തിൻ്റെ ശാഖയിൽ പോണത്. കരകുളം പഞ്ചായത്തിൻ്റെ RSSൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതേപോലെ തിരുവനന്തപുരം കാര്യാലയത്തിൽ 1 വർഷക്കാലം നിന്ന് സംഘത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. കുറച്ച് കാലത്തിന് മുമ്പ് ആറ്റിങ്ങലിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കലാപം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു പെന്തക്കോസ് പള്ളി ആക്രമണം നടത്തുകയുണ്ടായി. അതിൽ പ്രതിയാണ് ഞാൻ. സംഘം പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. എൻ്റെ നേതൃത്വത്തിലാണ് അത് സംഭവം നടക്കുന്നത്. അതേപോലെ തന്നെ ഈ നോമ്പ് സമയത്ത് ഹിന്ദു മുസ്ലിം കലാപത്തിന് വേണ്ടിയിട്ട് പോത്ത് വണ്ടി ഒരു പോത്തുമായിട്ട് നോമ്പിന് കൊണ്ടുവന്ന പോത്ത് വണ്ടി തടഞ്ഞ് അതിലും പ്രതിയാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി സാധാരണക്കാരായ സ്വയംസേവകരെ പോലീസ് കേസെടുക്കാൻ ഒരുപാട് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് സംഘടനയ്ക്കും ഒരു ഗുണമില്ല, ആർക്കും ഒരു ഗുണമില്ല. നമുക്ക് കുറച്ച് കേസ് മാത്രം ഉണ്ടായി. അപ്പോൾ ഇത് എന്തിനാണ് എന്ന് മുതിർന്ന കാര്യകർത്താക്കൾ ചോദ്യം ചെയ്തു. അന്ന് മുതലേ അവരുടെ കണ്ണിൽ കരടായിരുന്നു. അപ്പം അത് പറഞ്ഞുകൊണ്ടിരുന്നുണ്ടാക്കി ഇയാൾ ഒന്ന് ഈ സജു BJPയുടെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സജുവിൻ്റെ നേതൃത്വത്തിൽ ഒരു 5 പേര്, എനിക്ക് കണ്ടറിയാം, ബാക്കിയുള്ളൊരു പേരാണ് ഇവിടെ, അവരെല്ലാം കൂടെ ചെന്നിട്ട് വളഞ്ഞ് ഇങ്ങനെ താത്തു വെച്ചിട്ട് മുതുവിലും നെഞ്ചത്തൊക്കെ ആയിട്ട് ഒരു 3-4 മണിക്കൂർ ഇടിക്കുകയുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പിടിച്ച് തള്ളലിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഒരാളെ നഖമോ കയറി ഇങ്ങനെ കൊണ്ടിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ പറഞ്ഞ് സംഘം പറയും പോലെ കേൾക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവനാണ് വലുത്, സംഘം പറയും പോലെ കേൾക്കാമെന്ന് പറഞ്ഞു. എനിക്ക് സംഘം ഒരു സ്ഥലത്ത് കൊണ്ടാക്കും, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പാങ്കലായപ്പോൾ എന്നെ നേരെ നെയ്യാറ്റിങ്കരയിലേക്ക് കൊണ്ടുപോയി. നെയ്യാറ്റിങ്കര RSS കാര്യാലയത്തിൽ കൊണ്ടാക്കിയിട്ട് അവർ പോവുകയും വൈകുന്നേരമായപ്പോൾ RSSൻ്റെ സംസ്ഥാന ചുമതലയുള്ള സുദർശൻ, സഹപ്രാന്ത പ്രചാരക സുദർശൻ ജിയും അതേപോലെ വിഭാപ്രചാരക കിരൺജിയും കൂടെ വന്നിട്ട് എൻ്റെ ചോദിച്ച് എൻ്റെ പറഞ്ഞ് നടന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. കണ്ണൂർ P ജയരാജനുമായിട്ട് നിനക്കെന്ത് ബന്ധമെന്നൊക്കെ ചോദിച്ചു. നിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ ഏട്ടാ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ് സംഘം പറയുമ്പോഴേക്ക് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ഒരു ആത്മഹത്യയെക്കുറിപ്പ് അവർ എഴുതി കൊണ്ടുവന്നതിനെ പകർത്തി എഴുതാൻ പറഞ്ഞു. അതിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ജയരാജൻ്റെ മാനസികമായ പീഡനം മൂലം ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അതുൾപ്പെടെ മറ്റനേകം കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നില്ല, എല്ലാം കൂടി ചേർന്നിട്ട് ആത്മഹത്യയെക്കുറിപ്പ് എഴുതി കൊടുത്തു. കുറേ കഴിഞ്ഞിട്ട് പറഞ്ഞ് നീന്താൻ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ചെറുതായിട്ട് അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 5 തെങ്ങിയിൽ നിന്ന് ഒരു ബോട്ട് നടുക്കടലിലേക്ക് പോകും, അവിടെ നിന്ന് ഉപേക്ഷിക്കും, പറ്റുമെങ്കിൽ നീന്തി കയറി പോരെന്ന് പറഞ്ഞു. അപ്പം ബീച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ ബീച്ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റില്ല ചേട്ടാ, എന്നെ കൊല്ലരുത് ചേട്ടാ. അങ്ങനെ കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരഞ്ഞു.
തീർച്ചയായും ദിനകർ, കൂടുതൽ വിശദാംശങ്ങൾ അനിവാര്യമായിരിക്കുന്നു. വിഷ്ണു ഇപ്പോൾ എവിടെയാണ്? ഒന്ന്. രണ്ട്, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടെടുക്കേണ്ടതല്ല. ഈ വാർത്തയിൽ തന്നെ പോലീസിന് ഒരുപക്ഷെ എടുക്കാവുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, RSSന്റെ അന്തർധാരയിൽ ഒഴുകുന്ന കള്ളത്തരങ്ങൾ വെളിച്ചത്താകുന്ന കാര്യങ്ങൾ കൂടി. വലിയ മാനങ്ങൾ ഇതിനുണ്ട് ഇല്ലേ ദിനകർ? തീർച്ചയായും അജിംഷാദ്, RSSന്റെ കിരാതമായ നടപടികൾ, നിലപാടുകൾ തന്നെയാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. RSSന്റെ സമീപനങ്ങളെ അതിനുള്ളിൽ നിന്ന് തന്നെ എതിർത്തപ്പോൾ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുന്ന, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം RSS സ്വീകരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിഷ്ണുവിലൂടെ പുറത്തു വരുന്നത്. അതിൽ വിഷ്ണു പറയുന്നത് ഇപ്രകാരമാണ്. പരാതിയിൽ RSS സംസ്ഥാന ചുമതലയുള്ള സഹപ്രാന്ത പ്രചാരകനായ സുദർശൻ, കിരൺ എന്നിവർ ഭീഷണിപ്പെടുത്തി അവരോട് കുറ്റസമ്മതം നടത്താൻ പറഞ്ഞു. അതിനുശേഷം ഒരു പേനയും വെള്ള പേപ്പറും തരികയും അവർ പറയുന്നത് എഴുതണമെന്ന് ഭീഷണിപ്പെടുത്തി. നാളെ ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം കുറ്റസമ്മതമായി രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞത് ഞാൻ എഴുതി. തുടർന്ന് ഏകദേശം 86 മണിക്കൂർ എന്നെ ഉറങ്ങാൻ അനുവദിക്കാതെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നും വിഷ്ണു നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഉറക്കം വരുമ്പോൾ അവർ മുഖത്ത് വെള്ളം കോരിയൊഴിച്ചു. 4-5 ദിവസത്തിന് ശേഷം കിരണും ഹിന്ദു ഐക്യവേദി സംസ്ഥാന സംഘടനാ സെക്രട്ടറി സി ബാബുവും വന്ന് അവർ നേരത്തെ എഴുതിപ്പിച്ച കാര്യം ഒരു ക്യാമറയുടെ മുൻപിൽ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടും ഭീഷണിപ്പെടുത്തി. അത് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു അജിംഷാദ്. ശരി ദിനകർ, വലിയ വെളിപ്പെടുത്തൽ. മുൻ RSS ശാരീരിക് പ്രമുഖ് ശിക്ഷക് ആയിരുന്ന വിഷ്ണു വെളിപ്പെടുത്തുകയാണ് പീപ്പിൾ ടിവിയോട്. RSS തടങ്കൽ പ്രാപിച്ചു, വർഗീയ കലാപത്തിന് തന്നെ RSS പ്രേരിപ്പിച്ചു, ഒപ്പം CPIM നേതാവ് P ജയരാജനെ കള്ളക്കേസിൽ കൊടുക്കുവാനുള്ള കാര്യങ്ങൾ തന്നെ ഉപയോഗിച്ച് ഒരുക്കി എന്ന കാര്യങ്ങൾ കൂടിയാണ് വിഷ്ണു തുറന്നു പറഞ്ഞത്. വിഷ്ണു ഇപ്പോൾ RSS മർദ്ദനത്തിൽ ആശുപത്രിയിലാണ്. മുഖ്യമന്ത്രിക്ക് അദ്ദേഹം പരാതിയും നൽകിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സമഗ്രമായ വിവരങ്ങളാണ് KG ദിനകർ.